എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ യാത്ര അരീക്കോട് ഭാഗത്തേക്കാണ്. അരീക്കോട് വാഴക്കാട് എന്നൊരു കസ്റ്റമർ വിളിച്ചിട്ട് നമ്മൾ സി ബാൻഡിൻ്റെ വലിയൊരു ഡിഷ്, പഴക്കമുള്ള ഡിഷ് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അരീക്കോട് ഭാഗത്തേക്കാണ് ഇന്ന് യാത്ര. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയിലെ അരീക്കോട് കോഴിക്കോട് റോഡുള്ള വാഴക്കാട് എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വാഴക്കാട് എന്ന സ്ഥലത്തെ ഒരു പഴയ ഡിഷ് ആൻറ്റിനയാണിത്. ഏകദേശം 30 വർഷം പഴക്കമുള്ള ഡിഷ് ആൻറ്റിനയാണിത്. 8 ഫീറ്റ് 8 അടിയുടെ ഡിഷാണിത്. ഇത് കടൽ കടന്നു വന്ന ഒരു ഡിഷാണ്, വിദേശ ഡിഷാണ്. ഇത് ഓർബിട്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഡിഷാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇതിൻ്റെ പ്രിൻ്റ് പോലും പോയിട്ടില്ല. നല്ല ക്വാളിറ്റിയിലുള്ള ഡിഷ് ആൻറ്റിന ആയത് കാരണം ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ്. നമുക്കിതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനുണ്ട്. ഇതിൽ LNB മാറ്റണം, ഡിഷ് സിഗ്നൽ മാക്സിമം എടുക്കണം. ഓർബിട്രോൺ എന്ന കമ്പനിയിലുള്ള ഈ ഡിഷ് ആൻറ്റിന നമുക്കൊന്ന് പരിചയപ്പെടാം. ഫുൾ അലുമിനിയം ഡിഷാണിത്. 30 വർഷമായെങ്കിലും ഇതിന് യാതൊരു കംപ്ലൈൻറ്റുകളും വന്നിട്ടില്ല, തുരുമ്പെടുത്തിട്ടില്ല. നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല അത്യാവശ്യം വെയിറ്റും ഉണ്ട്. നല്ല ഡിഷ് ആൻറ്റിനയാണ്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാം. ഈ ഡിഷ് ആൻറ്റിനിൽ നിന്നും 2 കണക്ഷനുകളാണ് നമുക്ക് വേണ്ടത്. 2 റൂമിലേക്കും, ഈ വീട്ടിലെ 2 റൂമിലേക്കും ചാനലുകൾ ആവശ്യമുണ്ട്. 2 സെറ്റ് ടോപ്പ് ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാണണം. അപ്പോൾ അത്യാവശ്യം നല്ല സിഗ്നലും വേണം. നമുക്ക് നോക്കാം. ഡിഷ് ആൻറ്റിന ഞാൻ ചെരിച്ച് വെച്ചിട്ടുണ്ട് LNB മാറ്റുന്നതിന് വേണ്ടി. നിലവിൽ ഈ ഡിഷ് ആൻറ്റിനയിൽ പഴയ ഒരു LNB ആണ് ഇരിക്കുന്നത്. 5G LNB ഒന്നും അല്ല, പഴയ നോർമൽ നമ്മളെ 5150 ഒക്കെ LNB ഫ്രീക്വൻസി വരുന്ന വെർട്ടിക്കലും ഹോറിസോണ്ടലും ഒക്കെ കിട്ടുന്ന ഡുവൽ പോളാരിറ്റിയിലുള്ള LNB ആണ് നിലവിൽ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ LNBക്ക് ഏകദേശം 10 വർഷം പഴക്കമുള്ളൂ. ഇതിൽ ആദ്യമായിട്ട് വെച്ചിരിക്കുന്നത് പഴയ LNB ആയിരുന്നു, സിംഗിൾ പോളാരിറ്റി ആയിരുന്നു. അതിനുശേഷം കസ്റ്റമർ മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 5G ഇഷ്യൂ വന്നത് കാരണം ഇപ്പോൾ സിഗ്നൽ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് ഈ LNBകൾ മാറ്റുകയല്ലാതെ നിവൃത്തിയില്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ പഴയ LNB മാറ്റി സോളിഡിൻ്റെ 5G ഫിൽറ്റർ LNB, സിംഗിൾ സൊല്യൂഷൻ LNB ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കാലറിംഗ് ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല, പഴയത് തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്കാലറിംഗ് തന്നെയാണ്. അതുകൊണ്ട് സ്കാലറിംഗ് ഒന്നും മാറ്റിയിട്ടില്ല. സോളിഡിൻ്റെ ഏറ്റവും പുതിയ 5G ഫിൽറ്റർ LNB ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കിട്ടുന്ന സിഗ്നലും മറ്റു കാര്യങ്ങളും സെറ്റ് ബോക്സ് ട്യൂൺ ചെയ്യുന്നതൊക്കെ വിശദമായിട്ട് കാണാം. ഇതിൻ്റെ കണക്ടർ ഞാൻ മാറ്റിയിട്ടുണ്ട്. കേബിളും കണക്ടറും പുതിയതായി മാറ്റിയിട്ടുണ്ട്. 15 വർഷം മുമ്പ് ഇട്ട കേബിളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുതിയ കേബിൾ ഇട്ടിട്ടുണ്ട്. കേബിള് ആദ്യം ചെയ്തതുപോലെ തന്നെ ഡിഷിൻ്റെ പുറത്തു കൂടെ കിടക്കാതെ നമ്മൾ LNB ഫോക്കൽ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫോക്കൽ പൈപ്പിൻ്റെ ഉള്ളിലൂടെ വന്ന് ഡിഷിൻ്റെ അടിഭാഗത്ത് വന്ന് ചാടുകയാണ്. ആദ്യം മുതലേ ഇതിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് 2 കണക്ഷൻ ആവശ്യമുള്ളത് കൊണ്ട് ഡിഷിൻ്റെ അടിഭാഗത്ത് മഴ കൊള്ളാതെ കണക്ടർ സ്പ്ലിറ്റർ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഡിഷിൻ്റെ താഴ്ഭാഗം വരെ കുറഞ്ഞ അളവിലുള്ള ഒരു 4 മീറ്റർ കേബിൾ വഴി സിഗ്നൽ ആദ്യം എടുക്കുകയാണ്. അവിടെ നിന്ന് പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ള കേബിൾ വഴി സിഗ്നലൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ LNBക്ക് ഒരു സേഫ്റ്റി എന്ന നിലയ്ക്ക് കണക്ടർ വെള്ളം കിടക്കാതിരിക്കുന്നതിന് വേണ്ടി കപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു കുപ്പി കട്ട് ചെയ്തിട്ട് LNBയുടെ മുകൾ ഭാഗത്ത് കവിഴ്ത്തി വയ്ക്കുന്നത് നന്നായിരിക്കും. എല്ലാവരും ഇതുപോലെ ചെയ്യുക. 6 ഫീറ്റ് ഡിഷാണെങ്കിലും ഏത് സൈസാണെങ്കിലും കേബിളിൽ കണക്ടറിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാറ്റ് ഹീറോ സാറ്റലൈറ്റ് ഫൈൻഡറിലാണ് ഞാനിന്ന് സിഗ്നൽ ചെക്ക് ചെയ്യുന്നത്.
ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മീറ്ററാണ്. പെട്ടെന്ന് നമുക്ക് സിഗ്നൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്ററാണ്. ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ഫ്രീക്വൻസി തന്നെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. 64%, 10.95 dB. നല്ല ഒരു സിഗ്നലാണ് കിട്ടുന്നത്. ഇടയ്ക്ക് 11 dBയിലേക്കും ചാടുന്നുണ്ട്. നിങ്ങളെ മീറ്ററിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എത്ര സിഗ്നൽ കിട്ടുന്നുണ്ട്, dB കിട്ടുന്നുണ്ട്. 4006 ഫ്രീക്വൻസിക്കും നല്ല സിഗ്നലാണ്. 4015 കൈരളിയുടെ dB 13 dB കൂടുതൽ കിട്ടുന്നുണ്ട്. 76% സിഗ്നൽ കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് കാര്യമായിട്ട് വരുന്നൊരു TP കലൈഞ്ചറിൻ്റെ TP ആണ്. കലൈഞ്ചറിൻ്റെ TP ഒന്ന് നോക്കാം. 38.45 78%, 13.44 ഇടയ്ക്ക് 50ലേക്കും വരുന്നുണ്ട് dB. 79% സിഗ്നൽ. നമുക്ക് ഏകദേശം ഒരു 10 ഫീറ്റിലൊക്കെ കിട്ടുന്ന ഒരു സിഗ്നലാണിത്. നല്ല ഒരു ഡിഷായത് കാരണം, ഇപ്പോഴും കംപ്ലൈൻ്റ് ഒന്നും വരാത്തത് കാരണം തുരുമ്പൊന്നും എടുത്തിട്ടില്ല. നല്ല രീതിയിലുള്ള ഒരു സിഗ്നലാണ് നമുക്കിതിൽ കിട്ടിയത്. ഇത്രയും പഴക്കമുള്ള ഡിഷിലും ഇത്ര നന്നായിട്ട് സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, 2 റൂമിലേക്കും കണക്ഷൻ വേണം. ഈ ഡിഷിൻ്റെ അടിഭാഗത്തു നിന്നും സ്പ്ലിറ്റർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു DTHൻ്റെ ചെറിയൊരു ഡിഷ് ആൻറ്റിന ഇവിടെ ഉണ്ട്. അത് ദൂരദർശൻ ഫ്രീ ഡിഷ് ട്രാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ 2 ഔട്ടുള്ള K ബാൻഡ് LNB ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് C ബാൻഡ് സിംഗിൾ സൊല്യൂഷൻ ആയത് കാരണം എത്ര കണക്ഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. തൽക്കാലം 2 ഔട്ടിൻ്റെ സ്പ്ലിറ്റർ എടുത്ത് 2 റൂമിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ സെറ്റ് ടോപ്പ് ബോക്സ് ഒന്ന് ട്യൂൺ ചെയ്യാം. ഒരു സെറ്റ് ടോപ്പ് ബോക്സ് മാത്രമേ ഞാൻ ട്യൂൺ ചെയ്ത് കാണിക്കുന്നുള്ളൂ. 2 സെറ്റ് ടോപ്പ് ബോക്സും കൂടി ട്യൂൺ ചെയ്തത് കാരണം സമയം ഒരുപാടാവും. ഇത് ഞാൻ പുതുതായി ഇവർക്ക് സെയിൽ ചെയ്ത സോളിഡിൻ്റെ 8181 Pro വൈറ്റ് ബോക്സാണ്. മിനി ബോക്സ് അല്ല, വലിയ ബോക്സാണ്. ഈ സെറ്റ് ബോക്സിൽ നമുക്കൊന്ന് ട്രാക്ക് ചെയ്തത് സിഗ്നൽ ക്വാളിറ്റിയൊക്കെ നമുക്കൊന്ന് കാണിക്കാം. മോണ്ടേജ് ചിപ്സെറ്റ് വരുന്ന ഈ ഫ്രീക്വൻസി, ഈ സെറ്റ് ബോക്സിൻ്റെ ഫ്രീക്വൻസി നമുക്ക് നോക്കാം. 4024 74 സ്റ്റേജ്, 74% സിഗ്നൽ. അത്യാവശ്യം നല്ല സിഗ്നൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കൈരളിയുടെ TP നോക്കാം. കൈരളിയുടെ TP 77% സിഗ്നൽ കിട്ടുന്നുണ്ട്. സാധാരണ LNB ഫിറ്റ് ചെയ്യുന്ന പോലെ അല്ല, ഇതിൽ ഞാൻ ഹോറിസോണ്ടൽ ഹോറിസോണ്ടലുമായിട്ടുമാണ് ഇത് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. LNB ഒന്ന് തിരിച്ചു വെച്ചാൽ നമുക്ക് ഹോറിസോണ്ടലായും വെർട്ടിക്കലായും കിട്ടും. ഇനി നമുക്ക് പുതുതായി മലയാളത്തിൽ ആരംഭിച്ച ന്യൂസ് ചാനൽ ന്യൂസ് മലയാളം 24/7 80% സിഗ്നൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു മഴയ്ക്കും കാറ്റിനും ഒന്നും പോവാത്ത സിഗ്നലാണ്. ഏകദേശം 10 അടി, ഞാൻ പറഞ്ഞു 10 ഫീറ്റിൽ വരുന്ന സിഗ്നലാണിത്. ഈ ഡിഷിൻ്റെ ഒരു ഗുണമേന്മയാണിത്. മീഡിയ വണ്ണിൻ്റെ TP നമുക്ക് നോക്കാം. മീഡിയ വണ്ണിന് 77% സിഗ്നലാണ് നമുക്ക് കിട്ടുന്നത്. 4006 ഫ്രീക്വൻസി. നമ്മൾ എപ്പോഴും ട്രാക്ക് ചെയ്യുമ്പോൾ C ബാൻഡ് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ കൈരളിയുടെ TP അത്യാവശ്യം നല്ല പവറുണ്ട്. കൈരളിയുടെ TP വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മീഡിയ വണ്ണും ഏഷ്യനെറ്റും മിഡിൽ ഈസ്റ്റൊക്കെ നോക്കുക. ജനം ടിയുടെ TP നോക്കാം. ജനം TV പുതിയതായി 4015ലേക്ക് വന്നതാണ്, പുതിയ ഫ്രീക്വൻസിയിൽ വന്നതാണ്. ഇതിന് 77% ഉണ്ട്. നമുക്ക് കൈരളിയൊക്കെ കിട്ടുന്ന TP തന്നെയാണിത്. ഇൻ്റൽസാറ്റ് 17 66 ഡിഗ്രിയിലെ C ബാൻഡിലെ മുഴുവൻ മലയാളം ചാനലുകളും, അതുപോലെ ദൂരദർശൻ്റെ DD ഫ്രീ ഡിഷിലെ ചാനലുകളും ട്യൂൺ ചെയ്ത് ഓർഡർ പ്രകാരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. DD ഫ്രീ ഡിഷിൽ നിലവിൽ മലയാളം ചാനലായി DD മലയാളം ചാനൽ മാത്രമേ ലഭ്യമാവുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പഴയ C ബാൻഡ് ഡിഷുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം. ഫ്രീ ആയിട്ട് നമുക്ക് 22ഓളം മലയാളം ചാനലുകൾ ഇതിലൂടെ ആസ്വദിക്കാം. ഇതുപോലുള്ള സർവീസിനും സെയിൽസിനും ഇതിൻ്റെ പ്രൊഡക്റ്റുകൾക്കുമായി നിങ്ങൾക്ക് എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.